പൂജ എന്റെ പൊന്നു കൊച്ചമണി കുറെ നേരമായില്ലോ നീ കിടന്ന് കാരണേ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? ഇതുങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം. പൂജ, we have noticed you. Not in a good way. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. മാം ആക്ച്വലി We are not interested. I don't care what you have to say. അങ്ങനെയൊന്നും പറയരുത്. അലമ്പിക്കോളൂ, നിങ്ങൾ അലമ്പിക്കോളൂ. അലമ്പാൻ ഒരു പ്രശ്നമില്ല. അവർക്ക് മാർക്ക് കിട്ടില്ല. തെറ്റാണെങ്കിൽ അവർ തോറ്റു. നിങ്ങൾ ജയിക്കും. എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്? മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നമുക്കിനി അറിയണ്ടേ ആരാണ് ഇവിടെ നിൽക്കുന്നത്, ആരാണ് ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നതെന്ന്. നിങ്ങൾ രണ്ടുപേരിൽ ഒരാള് ഇൻ, ഒരാൾ ഔട്ട്. ഓ ധ്വനി മനസ്സിലായി. ശ്യാമിന്റെ പെർഫോമൻസിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ ആരും അത്ര തൃപ്തരാണ്. ശ്യാം യുവർ സേവ്. വല്ലാത്ത ചതിയായി പോയി. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് വിട പറയുന്ന മത്സരാർത്ഥിയാണ് പൂജ. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അഗ്രഷൻ ഇസ് നൈസ് if it is well placed. ഒരബദ്ധം പറ്റിപ്പോയത് അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. ഒരു മീറ്റർ ഉണ്ട് ആ സാധനത്തിന്. ആ മീറ്ററിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ അത് അഗ്രഷൻ അല്ല, ഇറ്റ് ബിക്കംസ് വയലൻസ്. ഡീസന്റ് ആയിട്ട് സംസാരിച്ചൂടെ? ഓ ഇനിയിപ്പോ ഡീസൻസി കൂടി പഠിപ്പിക്കാൻ പോകുക. ഇത്രയും അഗ്രഷൻ ഉള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് പൂജയുടെ ഒരു പരാജയമായിരുന്നു. ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ, നിരാകരിക്കാം സ്വീകരിക്കാം. ഞങ്ങൾക്ക് പൂജ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് എടുത്ത് ടാറ്റാ ബൈ ബൈ പറയാമെങ്കിൽ ഞങ്ങൾക്ക് ആരെടുത്തും അത് പറയാൻ പറ്റും. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് പൂജ. എല്ലാം വിധിയാണെന്ന് കരുതുക. കരുത്.